യുദ്ധപ്രതിസന്ധി കാരണം പാചകവാതക വില കുതിച്ചുയരുന്ന കാലത്ത് സ്വന്തം കൃഷിയിടത്തിൽ നിന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തുകയാണ് തൃക്കരിപ്പൂർ നടക്കാവിലെ പി നാരായണൻ എന്ന ക്ഷീരകർഷകൻ. തന്റെ ഫാമിലെ പശുക്കളുടെ ചാണകത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ബയോഗ്യാസ് അഥവാ ഗോബർ ഗ്യാസ് വഴി ഇന്ധന സ്വയം പര്യാപ്തത കൈവരിച്ചിരിക്കുകയാണ് ഇദ്ദേഹം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. പോലീസ് സേനയിൽ നിന്നും SI ആയി വിരമിച്ച ശേഷമാണ് പി നാരായണൻ പശുപരിപാലനം ആരംഭിച്ചത്. 2020 കേരള സർക്കാരിൻ്റെ MSDP പദ്ധതി അനുസരിച്ച് ലഭിച്ച 10 പശുക്കളുമായിട്ടായിരുന്നു തുടക്കം. നിലവിൽ 25 പശുക്കളുള്ള ഫാമിൽ നിന്ന് ലഭിക്കുന്ന ചാണകം ഉപയോഗിച്ചാണ് ബയോഗ്യാസ് അഥവാ ഗോബർ ഗ്യാസ് പ്ലാന്റ് പ്രവർത്തിപ്പിക്കുന്നത്. ചാണകവും ഫാം കഴുകുന്ന വെള്ളവും നേരിട്ട് ടാങ്കിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് പ്ലാന്റിൻ്റെ ക്രമീകരണം. നിലവിലുള്ള ബയോഗ്യാസ് പ്ലാന്റിന് കപ്പാസിറ്റി കുറവാണെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ഏകദേശം 6 ലക്ഷം രൂപ ചെലവിൽ 33 m³ ശേഷിയുള്ള പുതിയ പ്ലാന്റ് നാരായണൻ നിർമ്മിച്ചു. ഇതിലൂടെ ലഭിക്കുന്ന ഗ്യാസ് വീട്ടിലെ ഉപയോഗം കഴിഞ്ഞും മിച്ചമാണ്. പുതുതായി 25 പശുക്കളെ കൂടി വാങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇദ്ദേഹം. പാചകത്തിന് മാത്രമല്ല, ഫാമിലെ ഫാനുകളും ലൈറ്റുകളും പ്രവർത്തിപ്പിക്കാനും ഗോബർ ഗ്യാസ് പ്ലാന്റിലൂടെ സാധിക്കുമെന്ന് നാരായണൻ പറയുന്നു. പുതിയ പ്ലാന്റ് കൂടി പ്രവർത്തിക്കുന്നതോടെ ഗ്യാസ് സിലിണ്ടറുകളിലാക്കി വിപണനം നടത്താനുള്ള സാധ്യതകൾ തേടുകയാണ് ഇദ്ദേഹം ഇപ്പോൾ. ഈ നമ്മുടെ ബയോഗ്യാസിനെ നമുക്ക് സംസ്കരിച്ച് ഏത് തരത്തിൽ സിലിണ്ടറിലാക്കി നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണത്തിലാണ് ഞാൻ. ഇപ്പോൾ കോട്ടയം ജില്ലയിൽ ഇതിൻ്റെ ഒരു പരീക്ഷണം നമ്മുടെ MRD മലബാർ മേഖല യൂണിറ്റ് MDയും ഫെഡറേഷൻ MDയും കൂടി വളരെ കാര്യമായി ശ്രദ്ധിച്ച് അവർ അതിൽ ഈ ബയോഗ്യാസിനെ ലിക്വിഡാക്കിയിട്ട് വീടുകളിൽ കൊടുക്കുന്നൊരു സംവിധാനം ഉണ്ട് എന്ന് പറയുന്നു. അവരുമായിട്ട് ഞാൻ സമീപിച്ചിട്ടുണ്ട്. അവർ അടുത്ത ദിവസം കൂടെ വരും. ഞാനിപ്പം പുതുതായി തുടങ്ങിയ ബയോഗ്യാസിന് 33 m³ വീടുകളിലേക്കുള്ള ഗ്യാസ് എനിക്ക് കിട്ടും, വർക്ക്ഷെഡിലേക്കുള്ള ഗ്യാസ് കിട്ടും, ഈ തൊഴുത്തിലേക്കുള്ള ഫാനും മറ്റും കറങ്ങാനും ഫാനും ലൈറ്റും ഇതൊക്കെ കറക്കാൻ ആവശ്യമായ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ ഇപ്പോൾ തന്നെ എനിക്ക് സാധിക്കും. പിന്നെ ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈ ഗ്യാസിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഗ്യാസ് ഉൽപ്പാദിപ്പിച്ച് സിലിണ്ടറാക്കി വിൽപ്പന നടത്താൻ സാധിക്കുമോ എന്ന് ഒരു പരീക്ഷണം കൂടി ഞാൻ നടത്തുന്നു. കഴിഞ്ഞ 6 വർഷമായി തൻ്റെ ഫാമിൽ ഈ സംവിധാനം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന നാരായണൻ ഇന്ധന പ്രതിസന്ധിക്ക് പ്രായോഗികമായ ഒരു ബദൽ മാർഗമുണ്ടെന്ന് തെളിയിക്കുകയാണ്. ഇങ്ങനെ ആഗോള സാഹചര്യങ്ങളും യുദ്ധപ്രതിസന്ധികളും കാരണം പാചകവാതക വില കുതിച്ചുയരുന്ന കാലത്ത് സ്വന്തം കൃഷിയിടത്തിൽ നിന്ന് തന്നെ അതിന് പരിഹാരം കണ്ടെത്തുന്ന ഈ ക്ഷീരകർഷകൻ മിൽമയുടെ ഡയറക്ടർ കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.